ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആലു പറാത്ത പോക്കറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ, എന്നാൽ വളരെ രുചികരവുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ആദ്യം നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കുക്കറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേകാനും പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നതുവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങണമെന്ന് ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ മൈദാ മാവ് എടുത്തിട്ടുള്ളത്. അതൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് പിങ്ക് സോൾട്ടാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിങ്ക് സോൾട്ട് എല്ലാം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഉപ്പും നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഇളം ചൂട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. വളരെ കുറച്ചായിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് വെള്ളം ചേർക്കരുത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. നമുക്ക് ഒരു 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഫസ്റ്റിലെ ഇതുപോലെ ചേർക്കരുതെങ്കിൽ പിന്നെ നമ്മൾ ഈ വഴറ്റുന്ന ഈ ഒരു സമയം കൊണ്ട് മല്ലിപ്പൊടി കരിഞ്ഞു പോകും. പിന്നീട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മല്ലിയും മുളകും ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ 1 സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. തീരെ വലിയ പീസാക്കി ഇടരുത് കേട്ടോ. സവാളയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാള എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് ചൂടായി ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ, അതുവരെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും അത് നല്ലതാണ് കേട്ടോ. അതായത് കട്ടയൊന്നും ഉണ്ടാകരുത് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പിടി അളവിൽ മല്ലിയിലയും കൂടിയാണ്. ഉരുളക്കിഴങ്ങിൽ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മസാല എല്ലാം ഉരുളക്കിഴങ്ങിലാകുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതുപോലെ തന്നെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്തേക്കണം കേട്ടോ. കൂടെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങ നീരും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. നാരങ്ങയുടെ ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ജ്യൂസ് മാത്രം ഇതിലേക്ക് ചേർക്കാനായിട്ട്.
ഇത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു തവണ കൂടി ഒരു 30 സെക്കൻഡ് കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത മാവ് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാവുന്നതാണ്. തീരെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണ്ട. അതായത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തില്ലേ, ആ ചെറിയ ബോൾ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു വലുപ്പത്തിനും കൂടിയുള്ള മാവ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനെ 1.5 കപ്പ് അളവിലെ മാവിൽ നിന്ന് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ ഉരുളകളിൽ ഒരു 4 ഉരുള ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 ബോൾസ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഒന്ന് വട്ടത്തിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചും കൂടി വലിയ സൈസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തീരെ തിന്നായിട്ട് നല്ലതുപോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരല്പം കട്ടിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ രീതിയിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടേ ഉള്ളൂ. അതല്ല നമുക്ക് കുട്ടി കുട്ടി ആലു പോക്കറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ചെറിയ ചെറിയ വട്ടത്തിനുള്ളത് മാത്രം നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ അളവിലാണ് ഫില്ലിങ് വെക്കുന്നത്. ഫില്ലിങ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ എല്ലാം ഒന്ന് ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന രീതിക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സ്പാച്ചില വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് മടക്കി കൊടുക്കാം. തിരിച്ചും അതുപോലെ മറു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് മടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മടക്കുമ്പോൾ നമ്മളിപ്പോൾ മാവ് വെതിറിയിട്ടാണ് ഇതിപ്പോൾ പരത്തി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അത് നല്ലതുപോലെ സ്റ്റിക്കി ആയിട്ടിരിക്കില്ല. അതിൻ്റെ പേരിൽ ഒരു അല്പം മാത്രം എണ്ണ ഒന്ന് ഞാൻ പൊട്ടി കൊടുക്കുകയാണ്. ഇതിന് പകരം ഒരല്പം വെള്ളം തൊട്ട് കൊടുത്താലും മതിയാവും. പക്ഷേ എണ്ണ തൊടുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒരു പെട്ടി പോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി പതുക്കെ മാത്രമേ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. നല്ലതുപോലെ പ്രസ് ചെയ്യരുത്, എങ്കിൽ പിന്നെ ഇതിനുള്ളിലെ ഫില്ലിങ് പുറത്തേക്ക് വരും. ലൈറ്റായിട്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആകാനുള്ള രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇതൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിന് ഇത് ചെയ്തെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഷേപ്പൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും നമുക്കൊന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം മാത്രം എണ്ണയും ചേർക്കാവുന്നതാണ് കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്തേക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നെയ്യ് എടുക്കാവുന്നതാണ്. ബട്ടർ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആലു പോക്കറ്റ് ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഒരുപാട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഇതിനുള്ളിലെ ഫില്ലിംഗ് എല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഈ സൈഡിലുള്ള ഈ ഒരു ബട്ടർ എല്ലാം നമുക്ക് മുകളിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു പീസ് അളവിൽ ബട്ടറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നോ അത്രത്തോളം ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ. ഇനി വീണ്ടും മറു സൈഡും കൂടി നല്ല രീതിക്ക് ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനുള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഫില്ലിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്പെഷ്യലായി കിട്ടാനായിട്ട് കുറച്ച് ചീസൊക്കെ ഇതിനുള്ളിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. രണ്ട് വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ സൈഡും കൂടി ഒന്ന് മുരിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2 സ്പാച്ചില വെച്ച് ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു അല്പസമയം മാത്രം ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു രീതിക്ക് 2 സൈഡും നന്നായിട്ട് ഇനി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ആലു പറാത്ത പോക്കറ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.